ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് മൈദ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. സോസ് പാനിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അളവിലൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് കട്ടമൊന്നും ഇല്ലാതെ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ വിസ്ക് വെച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതിലങ്ങനെ കട്ടയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് ഉടച്ചെടുക്കാനായിട്ട് വലിയ പ്രയാസമാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു മിക്സ് ഗ്യാസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസിൽ മാറ്റിയിട്ട് നമ്മൾ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിക്കായി വരുന്ന വരേക്കും ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ നന്നായിട്ട് ഇത് തിക്കായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ എന്തായാലും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് നോക്കാം കേട്ടോ. നമുക്ക് കുറച്ച് സമയം കൂടെ ഇതൊന്ന് ഈ ഒരു സോസ് പാൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. പിന്നെ കൈയെടുക്കാതെ തന്നെ ഒന്ന് കുറച്ച് സമയം കൂടെ നമുക്കിതുപോലെ തന്നെ ഇളക്കാം. അപ്പം നമ്മുടെ ഈ ഒരു മൈദേൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ബട്ടർ എടുത്തിട്ടുള്ളത്. ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ബട്ടർ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബട്ടർ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ബീറ്റർ ഉള്ളതുകൊണ്ട് ബീറ്റർ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ വിസ്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കും. എന്നാലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്രീം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ക്രീം നമുക്ക് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ 3-4 ദിവസമൊക്കെ കേടാവാതെ ഇരുന്നോളും. നമ്മൾ പിന്നീട് കേക്ക് തയ്യാറാക്കുന്ന സമയത്ത് വീണ്ടും ഒന്ന് എടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ക്രീം അത്യാവശ്യം നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. നമുക്കിതൊരു 5 മിനിറ്റ് നേരം കൂടെ ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ക്രീം ആയതുകൊണ്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ആകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മധുരം വേണം. ഞാനിപ്പോൾ 1/4 കപ്പ് കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ നമ്മളൊരു 1/4 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു അല്പം വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഞാൻ കുറച്ച് സമയം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ക്രീം കണ്ടോ നല്ലതായിട്ട് സ്റ്റിഫായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല സ്റ്റിഫായി വരുന്ന സമയത്ത് പിന്നെ നമുക്ക് ബീറ്ററിൻ്റെ സ്പീഡ് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് നിർത്താം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൈദ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രീം തയ്യാറാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാവുക പോലുമില്ല. നമുക്ക് പുഡിംഗ് ആണെങ്കിലും കേക്ക് ആണെങ്കിലും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഈ ഒരു ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.